ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ ശ്രുതിനെ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ നമ്മുടെ ശ്രുതിനെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനിയിപ്പൊ കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. ശ്രുതിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇനിയും നമ്മൾ കുറെ എപ്പിസോഡ് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും നമുക്ക് നാളെ ഇനി എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തില്. അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ കുഞ്ഞും കൂടി നേരെ പോകുന്നത് മീരയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ മീരയുടെ വീട്ടിൽ ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ മീരയുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മയോട് ശ്രുതി പറയുന്നുണ്ട്, ഇനി ഏതായാലും 3-4 ദിവസത്തേന് അമ്മ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകണ്ട, ഈ വീട്ടിൽ തന്നെ നിന്നാ മതി, മീര അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, അത് ഓർത്തമ്മ പേടിക്കണ്ട. പിന്നെ വീട്ടിൽ നിന്ന് ദയവ് ചെയ്ത് വെളിയിൽ ഇറങ്ങരുത്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, തലനാരിഴക്കാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. എനിക്ക് പറ്റില്ല, എങ്ങനെയെങ്കിലും ഒക്കെ ഞാനൊന്ന് ജീവിച്ച് പൊക്കോട്ടെ അമ്മ. അമ്മയുടെ ഈ അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അമ്മയോടൊന്നും പറയാത്തത്. അത് മനസ്സിലാക്കി അമ്മ ചെയ്യാൻ നോക്ക എന്നൊക്കെ പറഞ്ഞപ്പം, അത് മോളെ പിന്നെ ഞാൻ മോളോടൊരു കാര്യം പറയട്ടെ. മോള് വിചാരിക്കുന്നത് പോലെ രേവതി അത്രയ്ക്കും മോശമായിട്ടുള്ളൊരു സ്ത്രീയൊന്നും അല്ല. രേവതി നല്ല കുട്ടിയാ, അവൾക്ക് നല്ല സ്വഭാവമുള്ളൊരു കുട്ടി തന്നെയാ. നിന്റെ കാര്യം ഒരുപക്ഷെ എല്ലാം തുറന്നു പറഞ്ഞാല് രേവതി സമ്മതിക്കും. രേവതി ചിലപ്പം നിന്റെ കൂടെ കൂട്ടി നിന്നാലോ. അമ്മേ, ഞാൻ പറഞ്ഞ അമ്മയോട്, രേവതി സച്ചി അമ്മ ഒരു കാര്യം ചെയ്യാം, ഒരു അമ്പലം ഉണ്ടാക്കി അതിൽ പ്രതിഷ്ഠയായിട്ട് രേവതിനെ സച്ചിനെ അങ്ങോട്ട് വെക്കുക, എന്നിട്ട് ആരാധിച്ചോ. ഇതിപ്പോ എനിക്ക് കരി വരുന്നുണ്ട് അമ്മ, ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ അമ്മ കേക്ക്. അമ്മയുടെ മോളാണോ ഞാന്, എങ്കിൽ പിന്നെ അമ്മ ഇത് കേട്ടേ പറ്റൂ. ദയവ് ചെയ്ത് അമ്മ ഈ വീടിന് വെളിയിൽ ഇറങ്ങരുത്. 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ അമ്മേനെ കൊണ്ടുവിട്ടോളാം, അതുപോലെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദി, നിന്റെ സ്കൂളിലെ ടീച്ചറിനോട് എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ 3-4 ദിവസത്തിന് സ്കൂളിൽ പോകണ്ടല്ലേ ആന്റി? വേണ്ട. എനിക്ക് ഇഷ്ടമായി ആന്റി, ഞാൻ ആന്റിയുടെ കൂടെ 3-4 ദിവസം ഇവിടെ കാണൂലേ, അപ്പൊ ഞാൻ ആന്റിയുടെ കൂടെ കിടന്നോട്ടെ 3-4 ദിവസം. അത് പിന്നെ ആന്റി ഇവിടെ കാണില്ല, നിങ്ങളെ ഇവിടെ കാണത്തുള്ളൂ. അപ്പൊ ആന്റി എവിടെ പോകും? ആദി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വക കാര്യങ്ങളൊന്നും നീ എന്നോട് ചോദിക്കരുത്. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെയൊന്നും ചോദിക്കുന്നത്. കുട്ടികൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പൊ നീയും അമ്മയും മീര ആന്റിയും ഇവിടെ ഉണ്ട്. മീര ആന്റി നിന്റെ കൂടെ കൂട്ടുകൂടാനുണ്ടല്ലോ. മീര ആന്റി കൂട്ടുകൂടുകയും കളിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. അമ്മ വിളിക്കേണ്ട, മീരനെ കൊണ്ട് വിളിപ്പിച്ചാൽ മതി. ഞാൻ ആ സ്പോട്ടിൽ ഇവിടെ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി എല്ലാം ഏർപ്പാടാക്കിയിട്ടാണ് അവിടെ നിന്ന് നേരെ പോകുന്നത്. എങ്ങോട്ടേക്ക്? നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക്. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ശ്രുതിയും ചന്ദ്രയും സംസാരിക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. ശ്രുതിയും ചന്ദ്രയും വേറെ ഒന്നുമല്ല സംസാരിക്കുന്നത്. നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ഒരു പേടി, ജോലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജോലി ഇല്ലല്ലോ ഇപ്പം. അപ്പം എന്താണമ്മേ, ഞാൻ ശ്രുതിയോട് ഇതൊക്കെ അങ്ങ് തുറന്നു പറയാൻ പോവുക. എനിക്ക് വയ്യ, എനിക്ക് ഇതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കാന്. ഏതായാലും ശ്രുതിയോട് തുറന്നു പറയാന്ന് പറയുമ്പോ, ഹേയ് മോനെ, അങ്ങനെയൊന്നും ഇപ്പൊ പറയാൻ പാടില്ല. അറിയാലോ, ശ്രുതിക്ക് ഇപ്പൊ ആകെപ്പാടെ പിടികെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാ. സച്ചി ശ്രുതിനെ ഒത്തിരി അപമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇനിയിപ്പം ജോലിയും കൂടെ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇന്ന് തന്നെ അവള് പറഞ്ഞിട്ട് പോയത് അടുത്ത മാസം നീ ചെലവുകളെല്ലാം നോക്കണമെന്നാ. എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കും മോനെ, അല്ലാതെ നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം പകുതി വഴിക്ക് വെച്ച് ഫ്ലോപ്പായി പോകും. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നീ മേലാല് ശ്രുതിയോട് നിനക്ക് ജോലി ഇല്ലെന്ന് പറഞ്ഞേക്കരുത്. ശ്രുതിയോട് മാത്രമല്ല, സച്ചിയോടോ രവിയേട്ടനോടോ ആരോട് നീ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി കയറി വരുക. ശ്രുതി കയറി വന്നിട്ട്, അയ്യോ ഇതെന്തു പറ്റി? ശ്രുതി നേരത്തെ വന്നത്? അത് പിന്നെ ഞാൻ നേരത്തെ വന്നത്, എന്റെ ജോലി പെട്ടെന്ന് തീർന്നു ശ്രുതി, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത്. ആണോ? അല്ല മോളെ, എന്താ ടയേർഡായിട്ടിരിക്കുന്നത്? മടുത്തോ? ഭയങ്കര ക്ഷീണമാണല്ലോ മുഖത്തൊക്കെ. ഹേയ് ഒന്നുമില്ലാതെ കുറച്ച് വർക്കൊക്കെ കൂടുതലുണ്ടായിരുന്നു. ആ ഒരു ക്ഷീണവും ആ ഒരു കഷ്ടപ്പാടൊക്കെ ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഞാൻ മോക്കൊരു ജ്യൂസ് എടുക്കട്ടെ? ഇപ്പം തൽക്കാലം ജ്യൂസ് വേണ്ട ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി, ഞങ്ങളൊന്ന് അകത്തേക്ക് കയറി പോവാന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ട് ശ്രുതി അകത്തേക്ക് കയറി പോയി. അപ്പൊ നമ്മുടെ ചന്ദ്ര കണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ, ഒരു കാര്യവും മിണ്ടി പോവല്ലടാ എന്നിങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ സച്ചി രേവതിയും കൂടെ കയറി വരുന്നത്. സച്ചി രേവതിയും കയറി വന്നപ്പോൾ തന്നെ രവീന്ദ്രനും കയറി വന്നു ആ ഒരു സമയത്ത് തന്നെ. അങ്ങനെ രവീന്ദ്രൻ കയറി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചി രേവതിയും വരികയും, സച്ചിൻ രേവതിയും വന്ന ഉടനെ തന്നെ, എന്തു പറ്റി? വഴിയിൽ നിന്ന് ആരെയും കിട്ടിയില്ല വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരാനല്ല, ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ വഴി കിടക്കുന്ന എല്ലാവരെയും കൊണ്ടുവന്ന് ഇതൊരു സത്രമാക്കി മാറ്റൂലോ, അതുകൊണ്ട് ചോദിച്ചതെന്ന് പറഞ്ഞപ്പം, അതെ വഴി കിടക്കുന്ന എല്ലാവരെയും ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നും എനിക്കില്ല.
എനിക്ക് പരിചയമുള്ള ആളും അതുപോലെ തന്നെ സഹായിക്കാൻ തോന്നുന്ന ഒരാളെയും കണ്ടാൽ ചിലപ്പോൾ ഞാൻ സഹായിച്ചെന്നിരിക്കും, 2 ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയെന്നിരിക്കും. അമ്മയോട് പറഞ്ഞല്ലോ, അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പൊ അമ്മയുടെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾ ആരും ഇവിടെ കൊണ്ടുവരുന്നെന്നോ ആരുമായിട്ട് കൂട്ടുകൂടുന്നെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ശരിയാകും? രാവിലെ ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, ഈ വീട്ടിൽ വല്ലതും വെച്ചുണ്ടാക്കിയിട്ടുണ്ടോ? അതുമല്ല ഇവിടെ ആർക്കെങ്കിലും അറിയണോ? അമ്മയ്ക്ക് എന്താ വെച്ചുണ്ടാക്കാൻ കൈയും കാലൊന്നും ഇല്ല? അല്ല, ഇവിടെ ഒരു ഏട്ടത്തി ഉണ്ടായിരുന്നല്ലോ, പൗഡർ ഏട്ടത്തി എന്താ ബ്യൂട്ടി പാർലറിൽ രാവിലെ അങ്ങ് പോയായിരുന്നു? ഇല്ലല്ലോ. എങ്കിലേ അവരോടൊക്കെ പറയണം വെച്ചുണ്ടാക്കാനായിട്ട്, അല്ലാതെ എന്റെ ഭാര്യനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു, എന്താടാ സച്ചിൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നുമില്ല അച്ഛാ, ഞാൻ അങ്ങ് പറഞ്ഞതാ. ഇനിയിപ്പം ഞാൻ പറഞ്ഞെന്ന് ഓർത്തുകൊണ്ട് രേവതി ഇവിടെ പണിയെടുക്കാതിരിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? അവൾ പണിയെടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രന്, അതെ എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിങ്ങനെ അതിങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കവറിൽ ഒരു സാധനം. അപ്പൊ ഇതെന്താ അച്ഛാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇത് വേറൊന്നുമല്ല, 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ തുകയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും എവിടെ നിന്നൊക്കെയോ ആ സമയം വന്ന് അവിടെ മുമ്പിൽ ചാടി. ഈ പൈസ കണ്ട ഉടനെ കണ്ണു മിഴിച്ച് പൈസയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ശ്രുതി അല്ല സുധി. ഇത് കണ്ട ഉടനെ തന്നെ ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷം. അപ്പൊ സച്ചി സുധീനെ നോക്കിയപ്പോ പൈസയൊക്കെ കണ്ടിട്ട് സുധിയുടെ കണ്ണിങ്ങനെ മഞ്ഞളിച്ചിരിക്കുന്നു. അപ്പോഴേക്കും സുധിയോട് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ നീ എങ്ങോട്ടാ ഈ നോക്കുന്നത്? ഈ പൈസയിലേക്കാണോ നോക്കുന്നത്? കൂടുതൽ നീ പൈസയിലേക്കൊന്നും നോക്കണ്ട, പൈസ കുറെ കൊണ്ട് തൊലച്ചു കളഞ്ഞിട്ട് അവനിപ്പോ ഇതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒരുമിച്ച് മുഴുങ്ങണം എന്നോർത്ത് അവൻ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി പറഞ്ഞു, സച്ചി എന്താ ഈ പറയുന്നത്? അതിന് ശ്രുതി ആ പൈസ വേണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അതേ ശ്രുതി, ഞാൻ ആ പൈസ വേണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇവനെ അസൂയയും കുശുമ്പുവാ, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്ത് കണ്ടിട്ടാടാ ഞാൻ അസൂയപ്പെടേണ്ടത്? നിന്റെ എന്ത് കണ്ടിട്ട് ഞാൻ അസൂയപ്പെടണം? അവന് ജോലി ഉണ്ടെന്നും പറഞ്ഞ് രാവിലെ ഇവിടുന്ന് പോകുന്നുണ്ട്. അവൻ പോകുന്ന ഒന്നും കറക്റ്റ് സമയത്തല്ല, വരുന്ന ഒന്നും കറക്റ്റ് സമയത്തല്ല. എടാ നിനക്ക് ജോലി ഉണ്ടോടാവേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രയും ശ്രുതി ഒന്നും ഞെട്ടി കേട്ടോ. അപ്പൊ ശ്രുതി പറഞ്ഞു, അതെ എനിക്കറിയാം, ഞാനാ മേടിച്ചു കൊടുത്തത് ജോലി, ഇപ്പം ജോലിയുണ്ട്, അതുപോലെ തന്നെ എന്റെ കയ്യിൽ കൊണ്ട് പൈസയും തന്നിട്ടുണ്ട്, അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും അടുത്ത മാസം മുതൽ ശ്രുതി തന്നെയായിരിക്കും ഈ വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അന്നു മുതൽ നിങ്ങളുടെ ഈ സംസാരം അങ്ങ് നിർത്താമല്ലോ, നിങ്ങൾക്ക് നിർത്താൻ പറ്റൂലോ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറഞ്ഞു, അല്ല രവിയേട്ടാ, ആ പൈസ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ രവിയേട്ടന്റെ പ്ലാന്? അപ്പൊ ചച്ചു വന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യാനാ പ്ലാനെന്ന്? ആ പൈസ അച്ഛന്റെ പേരിൽ ബാങ്കിലിടും, അതാണ് എന്റെ പ്ലാന്. അച്ഛാ അത് മതി, അതിൽ നിന്നൊരു നയ പൈസ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയുമ്പം, അല്ല മോനെ സച്ചി, പണ്ട് മുതലേ ഞാൻ ചന്ദ്രയുടെ കയ്യിലാണല്ലോ പൈസയൊക്കെ ഏൽപ്പിക്കുന്നത്, ഇതൊക്കെ ബാങ്കിലിടുന്ന കാര്യം നമുക്ക് പിന്നെ ചിന്തിക്കാം. ഏതായാലും ഇപ്പൊ ഈ പൈസ ചന്ദ്രയുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രയ്ക്ക് കൊടുത്തു. ചന്ദ്ര പൈസ കിട്ടിയതും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ആർത്തി മൂത്ത് പൈസ എടുത്തോണ്ട് ഒരു ഒറ്റ ഓട്ടം ഓടിയിട്ടോ നേരെ അലമാരയിലേക്ക്. ഇനിയിപ്പോ അടുത്ത മാസം പലിശ അടയ്ക്കാൻ ആ പൈസയെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്നോർത്തിട്ടായിരിക്കാം നമ്മുടെ ചന്ദ്ര അതെടുത്തോണ്ട് ഓടിയത്. അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിലും പൈസ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതി ഒരു വിധത്തില് നമ്മുടെ ശ്രുതിനെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അതെ ആ പൈസ അലമാര ഇരിപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ പൈസ എടുത്തോണ്ട് ഓടാൻ വല്ലതാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ മോനെ അതേ ഇവിടെ നടക്കത്തില്ല. ആ പൈസ എന്നൊരു 1 രൂപ പോലും നിനക്ക് തരില്ല. പിന്നെ എന്റെ അച്ഛൻ സമ്പാദിച്ച പൈസയാണെന്നും പറഞ്ഞ് അതിൽ തൊടാൻ നോക്കിയാൽ നിന്റെ കൈ ഞാൻ വെട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി വീണ്ടും പറഞ്ഞു, എന്തിനാ സച്ചി വെറുതെ ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞില്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, മോനെ സച്ചി നീ എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നത്? അതൊക്കെ വിട്, അതൊക്കെ പോട്ടെ, കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അതിനെക്കുറിച്ച് ഓർത്ത് സംസാരിച്ച് ചുമ്മാ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ പോട്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഏതായാലും പൈസയിലേക്ക് ഒരു കണ്ണച്ചം വെക്കുന്നത് നല്ലതായിരിക്കും. കൊടുത്തിരിക്കുന്നത് നല്ല ആളുടെ കയ്യിലാ, അമ്മയുടെ കയ്യില്. അമ്മ അതെടുത്ത് പൊന്നാര മകന്റെ കൈ കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സൂക്ഷിച്ചും കണ്ടും ജീവിച്ച വയസ്സാം കാലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടായാലേ ഇവനൊക്കെ നോക്കത്തുള്ളൂ. പിന്നെ എന്റെ അച്ഛന് ഞാൻ നോക്കുന്ന എന്റെ അച്ഛൻ അറിയാന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോയി, രേവതി അങ്ങ് പോയി കേട്ടോ. ഏതായാലും ശ്രുതിക്ക് ഈ പൈസ കണ്ടിട്ട് ഒരു സമാധാനവും ഇല്ല. അങ്ങനെ ശ്രുതി ചന്ദ്രയുടെ അടുത്തേക്ക് നേരെ ചെല്ലുക. എന്നിട്ട് ചന്ദ്രയോട് പറഞ്ഞു, അത് പിന്നെ അമ്മ ആ പൈസ അമ്മ എന്ത് ചെയ്തു? ആ പൈസ ഇപ്പൊ നിനക്ക് വേണോ? ആ പൈസ ഞാൻ കൊണ്ട് മാറ്റി വെച്ചു, അതൊന്നും നിനക്ക് തരില്ല. അല്ലമ്മേ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചതാ. എവിടെ അമ്മ ആ പൈസ വെച്ചത്? അത് പിന്നെ ഞാൻ അലമാരക്കകത്തെ കൊണ്ട് പാത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത മാസം പലിശ അടയ്ക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലടാ. ഇപ്പം ഈ പൈസ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ശ്രുതിയോട് ചോദിക്കാതെ, ശ്രുതിയുടെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് പലിശ അടയ്ക്കാൻ പറ്റൂലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാലോ. അതുകൊണ്ട് ഇനിയിപ്പം ആ പൈസ അദ്ദേഹം ചോദിക്കാനൊന്നും പോകുന്നില്ല, രവിയേട്ടൻ ചോദിക്കാനൊന്നും പോകുന്നില്ല.
ഏതായാലും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഈ പൈസ ഇനിയിപ്പം പെൻഷൻ പൈസയൊക്കെ കയ്യിലാക്കണം. എന്തേലുമൊക്കെ ചെയ്യാടാ, നമുക്ക് ആ ഒരു പ്രമാണം തിരിച്ചെടുക്കണമല്ലോ. അപ്പം അതിനെന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അതിന് നീ എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകാനൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ നമ്മുടെ സുധി അലമാരയുടെ ചുറ്റുമൊക്കെ കറങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോയിട്ടോ. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ്. അപ്പം ശ്രീകാന്ത് ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പെട്ടെന്നാണ് വർഷ വിളിക്കുന്നത്. അങ്ങനെ വർഷ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ശ്രീകാന്ത് എവിടെയാ, കുറച്ച് ദിവസം ആയാലും വിളിച്ചിട്ട്, എന്താ ശ്രീകാന്ത് നിനക്ക് പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, അത് പിന്നെ ഞാൻ വിളിക്കാത്തത് വേറെ ഒന്നുകൊണ്ടും അല്ല, എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അല്ല നിനക്ക് ഫുഡൊന്നും കഴിക്കാൻ നീ ഇപ്പം റെസ്റ്റോറൻറ്റിലേക്ക് വരാറില്ലല്ലോ, അത് പിന്നെ തിരക്കായിരുന്നു ശ്രീകാന്തേ. എന്നാൽ പിന്നെ നീ ഇപ്പം എന്തെടുക്കുക, ഞാനിപ്പം വീട്ടിലേക്ക് പോവുക, ഇപ്പം ഞാനതേ സ്കൂട്ടിയിലേക്ക് കയറി ഇരിക്കുക. എങ്കിൽ പിന്നെ ഫോൺ വെച്ചോ, വണ്ടി ഓടിച്ചോണ്ട് സ്കൂട്ടി ഓടിച്ചോണ്ട് നീ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരില്ല, ഞാൻ ഇയർഫോൺ വെച്ചിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യുക, ശ്രീകാന്തും എടുത്ത് വെക്കേ, ഇയർഫോൺ വെക്കേ, ഞാൻ ബൈക്ക് ഓടിച്ചോണ്ടിരുന്ന് സംസാരിക്കാം. അല്ല ശ്രീകാന്ത് ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി തുടങ്ങുക ആണോ? എങ്കിൽ ഞാനും വീട്ടിൽ പോകാൻ തുടങ്ങുക, ശ്രീകാന്ത് വീട്ടിൽ പോകാൻ തുടങ്ങുക, നമുക്ക് ഒരുമിച്ച് സംസാരിച്ചോണ്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഫോൺ ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ നേരെ നമ്മുടെ വർഷ വീട്ടിൽ ചെന്ന് ഇറങ്ങുന്നു. ഈ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ വീട്ടിൽ ചെന്ന് ഇറങ്ങുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് ഇറങ്ങുന്നു. ഹോളിംഗ് ബെല്ല് അടിക്കുന്നു. കോളിംഗ് ബെല്ല് അടിച്ചിട്ടുമ്പോഴത്തേക്കും അമ്മ വാതിൽ തുറക്കുന്നു. അമ്മയുടെ കവിളിലൊരു തോണ്ടൊക്കെ തോണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ റൂമിലേക്ക് പോകുന്നു. റൂമിലേക്ക് ചെല്ലുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ശ്രീകാന്തും വീട്ടിലെത്തുന്നുണ്ട്. ശ്രീകാന്തും വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് നേരെ റൂമിലേക്കൊക്കെ പോകുന്നു. അപ്പൊ അതിനിടയിലായിട്ട് നമ്മുടെ വർഷയുടെ അച്ഛനമ്മയും ഭക്ഷണം കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് വർഷേനെ. അപ്പം വർഷ അപ്പോഴും ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്വന്തം മുറിയിലേക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് പോവാണ്. അപ്പൊ പതിവില്ലാത്ത കാര്യം കാണുമ്പോൾ തന്നെ നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് ദേഷ്യം വരികയും, നിങ്ങൾ എന്താ ഈ കാണുന്നത്, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്നത് എന്തിനാ, അവൾ ആരും ഈ ഫോൺ വിളിക്കുന്നത് അവനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയാ, നീ ആ കാര്യം വെറുതെ വിട, നീ എന്തിനാ ആ കാര്യം സംസാരിക്കുന്നത്, അവള് ചിലപ്പോൾ ഫ്രണ്ട്സിനെ ആയിരിക്കും വിളിക്കുന്നത് എന്നൊക്കെ പറയാം. ഏതായാലും ഇവര് കുറെ നേരം അങ്ങനെ സംസാരം നീണ്ടു പോകുന്നു. നമ്മുടെ ശ്രീകാന്ത് ടെറസിന്റെ മുകളിൽ ചെന്ന് നിന്ന് സംസാരിക്കുന്നു. വർഷ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ കുറെ നേരം ഇങ്ങനെ സംസാരിക്കുന്നു. അതിന്റെ ഇടയിൽ നല്ലൊരു റൊമാൻസ് പാട്ടൊക്കെ കയറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇവരുടെ സംസാരമൊക്കെ കഴിഞ്ഞ് ഫോണൊക്കെ വെച്ചിട്ട് അങ്ങ് പോയപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ എന്ത് ചെയ്തു, വർഷയുടെ അച്ഛൻ പതിയെ വന്നിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഫോണില് ആ ഒരു വാൾപേപ്പറിൽ കിടക്കുന്നത് നമ്മുടെ ശ്രീകാന്തിന്റെ ഫോട്ടോയാണ്. ഈ ഫോട്ടോ കണ്ടത് ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ വർഷയുടെ അച്ഛന്. മനസ്സിലായി, കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി എന്ന് മനസ്സിലായി. ഏതായാലും ഇത് കണ്ടതോടെ തന്നെ അവനിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് എന്ന അർത്ഥത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട. അപ്പൊ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. ഇനി കിടിലൻ വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. നമ്മുടെ രേവതിക്ക് ഒരു 8ന്റെ പണി കിട്ടാൻ പോവുകയാണ്. കാരണം രേവതിയുടെ അനിയൻ ബൈക്ക് മോഷ്ടിച്ചല്ലോ നമ്മുടെ സച്ചിയുടെ. അത് കഥയൊക്കെ തുടങ്ങിയപ്പോൾ ഉള്ളതായിരുന്നു. ആ ബൈക്ക് മോഷ്ടിച്ച കാര്യം ചന്ദ്രയ്ക്കോ രവീന്ദ്രനോ ആ വീട്ടിലുള്ള ആർക്കും അറിയത്തില്ല. സച്ചിക്കും രേവതിക്കും ശരത്തിനും ഒക്കെ മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ സച്ചിയുടെ ബൈക്കായിരുന്നു അന്ന് മോഷ്ടിച്ചത് എന്ന്. അന്ന് ശരത്തിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലീസുകാർ വീട്ടിൽ വരുമ്പോൾ ആ ഒരു കാര്യം തുറന്നു പറയുകയാണ്. അതായത് രേവതിനെ അവിടെ കാണുന്നു, അതുപോലെ തന്നെ രവീന്ദ്രനെ അവിടെ കാണുന്നു. അപ്പം അയ്യോ ഈ പെൺകുട്ടിയുടെ അനിയനല്ലേ നിങ്ങളുടെ ബൈക്ക് മോഷ്ടിച്ചതെന്ന് സച്ചി അവിടെ കാണുന്നു. അപ്പൊ സച്ചിയോട് പറയുന്നു. ഇത് നമ്മുടെ ചന്ദ്ര കേൾക്കുന്നു. പിന്നെ അവിടെ അങ്ങോട്ട് ഭയങ്കര പൊട്ടിത്തെറികളാണ്. നമ്മുടെ രേവതിക്ക് ഒരു വലിയൊരു എന്താ പറയുക ചീത്തപ്പേര് തന്നെയാണ് കിട്ടുന്നത് അവിടെ നിന്ന്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇങ്ങോട്ടേക്ക് നാളെ വരില്ലായിരിക്കും, ആ ഒരു മോഷണക്കേസിലേക്ക് നാളെ വരില്ലായിരിക്കും. വർഷയുടെ അമ്മേനെയും അച്ഛനെയൊക്കെ കാണിച്ചുകൊണ്ടും ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടും ശ്രീകാന്തുമായിട്ടുള്ള സംഭാഷണമൊക്കെ കാണിച്ചുകൊണ്ടും ആയിരിക്കാം നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുള്ളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീഡിയോസ് ഇടാൻ പറ്റാതെ വരുന്നുണ്ട്. കാരണം നമ്മളിപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ നമുക്ക് ഇന്ന് രാവിലെ ഇടാൻ പറ്റാത്തത്. അതുപോലെ തന്നെ നമ്മുടെ ഗോമതിയുടെയും ബാലൻ്റെയും കഥ രാവിലെ ഇടാൻ പറ്റാത്തത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്ന ഒരു സമയമല്ല. അപ്പം നമ്മൾ അവരുമായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ എനിക്ക് വീഡിയോസ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് വരും. കുറച്ച് ജോലിയും കാര്യങ്ങളും തിരക്കും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഉടനെ തന്നെ നമ്മൾ ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നാളെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും അതുപോലെ തന്നെ നമ്മുടെ
ഗോമതിയുടെയും ബാലന്റെയും കഥയൊക്കെ രാവിലെ ഇടാട്ടോ, ഫുൾ വിശേഷമായിട്ട് ഇടാട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.